നമ്മളൊക്കെ ദുആ ചെയ്യുന്നവരാണ്, ഒരുപാട് പ്രാർത്ഥിക്കുന്നു. തഹജ്ജുദിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, സുബഹിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ നമസ്കാര ശേഷവും നമ്മളെ കൊണ്ട് കഴിയുന്ന ദുആയൊക്കെ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ വിഷമങ്ങൾ റബ്ബിനോട് പറയുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുആ അള്ളാഹു കാണുന്നുണ്ടോ, സ്വീകരിക്കുന്നുണ്ടോ? എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്വലാത്ത് പഠിപ്പിച്ചു തരാം. അത്ഭുതമാണ് ഈ സ്വലാത്ത്. ഈ സ്വലാത്ത് ഈ പറയുന്ന രൂപത്തിൽ ഓതിയിട്ട് റബ്ബിനോട് ദുആ ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് പറയാം നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കും. അത്രയേറെ വളരെ എഫക്റ്റീവായിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പുണ്യ സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഒരു തവണ ചൊല്ലിയാൽ 10,000 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അത്ഭുതമാണല്ലോ. അങ്ങനെയുള്ള ഒരു സ്വലാത്തിനെ സ്നേഹിക്കുന്നവർക്ക്, സ്വലാത്തിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതുപോലെയുള്ള ഒരു വമ്പൻ 11 പ്രതിഫലങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ സ്വലാത്തിൻ്റെ ആ സ്വലാത്തും അതിൻ്റെ 11 പ്രതിഫലവും ഏതാണെന്ന് നമുക്ക് പഠിച്ചാലോ? വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇന്നത്തെ 10 മിനിറ്റ് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാവട്ടെ, എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ് ആ സ്വലാത്ത് എന്ന് നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി റബ്ബിനോട് ദുആ ചെയ്യുന്നു. അള്ളാഹു നമ്മളെയൊക്കെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യമാക്കപ്പെട്ട ഒരു സ്വലാത്താണ് ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ സ്വലാത്ത് എല്ലാവർക്കും ഉപകാരമാണ്. ജീവിതത്തിൽ എപ്പോഴും ഖൈർ മാത്രം കൊണ്ടുവരുന്ന സ്വലാത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് 10 നന്മ എഴുതപ്പെടും. അതുപോലെ 10 തിന്മകൾ പൊറുക്കപ്പെടും, 10 ദറജ ഉയർത്തപ്പെടുമെന്നൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നത് എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. പലപ്പോഴായിട്ട് ഈ ആയത്ത് നിങ്ങൾ പല സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ കേട്ടിട്ടുണ്ടാകും. തീർച്ചയായും അള്ളാഹും അവൻ്റെ മലക്കുകളും മുത്തു നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൽ വിശ്വസിച്ചവരെ, നിങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്നിടത്ത് സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ വിവരിക്കേണ്ട ആവശ്യമില്ല. അതുപോലത്തെ ഒരു സ്വലാത്താണ് പ്രിയപ്പെട്ടവരെ. അതിൻ്റെ 11 വമ്പൻ നേട്ടങ്ങളും കൂടിയാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആ 11 നേട്ടങ്ങൾ പറഞ്ഞിട്ട് അവസാനം നമുക്ക് സ്വലാത്ത് പറഞ്ഞിട്ട് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. 11 പ്രതിഫലങ്ങൾ. ഒന്നാമത്തെ പ്രതിഫലം, ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ 10,000 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുമെന്നുള്ളതാണ്. സ്വാലിഹ്യങ്ങൾ, മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 10,000 സ്വലാത്തിൻ്റെ പ്രതിഫലം. അതാണ് ഒന്നാമത്തെ നേട്ടം, ഒന്നാമത്തെ പ്രതിഫലം. രണ്ടാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത്, ഇത് ദിവസവും 100 പ്രാവശ്യം ചൊല്ലിയാൽ, ഒരു ദിവസം എങ്ങനെയാണോ കഴിയുന്നത് അങ്ങനെ 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ, എപ്പോഴാണോ, അങ്ങനെ സമയമൊന്നുമില്ല, ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു പ്രകാശം നൽകും. ആരുടെ പ്രകാശം? ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം. അറിയോ? ആ മുത്തു നബിയുടെ പ്രകാശം അള്ളാഹു നൽകുന്നതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ വമ്പൻ പ്രതിഫലം എന്താണെന്നറിയോ? നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരുപാട് ദുആ ചെയ്യുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ അതിന് ഇജാബത്തുണ്ടോ എന്നറിയില്ല. നേരെ മറിച്ച് ഈ സ്വലാത്ത് രാവിലെ 100 പ്രാവശ്യം, വൈകുന്നേരം 100 പ്രാവശ്യം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ, രാവിലെ 100, വൈകുന്നേരം 100, അങ്ങനെ ചൊല്ലിയിട്ട് റബ്ബിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആയ്ക്ക് ഉത്തരം നൽകും, പ്രാർത്ഥന സ്വീകരിക്കും എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളും ദുആകളും ഒക്കെ സ്വീകരിക്കുമാറാവട്ടെ. നാലാമത്തെ പ്രതിഫലം, ഇത് എല്ലാ ദിവസവും നിങ്ങളെ കൊണ്ട് കഴിയുന്ന എത്രയാണോ അത്ര എണ്ണം ചൊല്ലിയിട്ട് പതിവാക്കുക. അങ്ങനെ എല്ലാ ദിവസവും പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്തരമായ കാരുണ്യം ലഭിക്കുമെന്നുള്ളതാണ്. കാരുണ്യം എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ പ്രിയപ്പെട്ടവരെ? യാ അല്ലാഹ്, കാരുണ്യം ലഭിക്കുന്നതാണ്. ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ ബിറഹ്മത്തില്ല. നമ്മളൊക്കെ സ്വർഗം കൊതിക്കുന്നവരാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇല്ലാതെ നമുക്ക് സ്വർഗം ലഭിക്കൂല പ്രിയപ്പെട്ടവരെ. അത് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും അവസ്ഥ അത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം ഒരു മനുഷ്യന് കിട്ടാതെ സ്വർഗം ലഭിക്കൂല. അള്ളാഹു
സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യം ലഭിക്കുന്നവരിൽ നമ്മളെ ഒക്കെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് 4. 5-ാമത്തെ കാര്യം, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, യാതനകൾ, വേദനകൾ എന്തുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, എത്ര വലിയ പ്രയാസമാണെങ്കിലും അള്ളാഹു മാറ്റിത്തരും. ഈ സ്വലാത്തിനെ മുറുകെ പിടിക്കുന്നവർക്ക്, ദിവസവും നിശ്ചിതയെണ്ണം പതിവാക്കുന്നവർക്ക് ഏത് പ്രയാസമുള്ള മാറ്റിത്തരും. 6-ാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. ഈ സ്വലാത്ത് ഓതുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കാവല്. വേറെന്ത് വേണം പ്രിയപ്പെട്ടവരെ? പടച്ചവൻ്റെ കാവലുണ്ടെങ്കിൽ പിന്നെന്താ ഒരു മുഅ്മിനിന് ആവശ്യമായിട്ടുള്ളത്? അള്ളാഹു മുറുകെ പിടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 7-ാമത്തെ വമ്പൻ പ്രതിഫലം എന്ന് പറയുന്നത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന നമ്മുടെ മുത്തുനബിയില്ലേ, ആ മുത്തുനബിയെ ദിവസവും 100 പ്രാവശ്യം ചൊല്ലിയാൽ കനവിൽ കാണാം, സ്വപ്നത്തിൽ കാണാം. ഈ സ്വലാത്തും ദിവസവും 100 പ്രാവശ്യം ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയാൽ മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം അള്ളാഹു തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 8-ാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് നാളെ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ആഖിറത്തിന്റെ ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വരുമല്ലോ, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ സഹവസിക്കാൻ, ഉല്ലസിക്കാൻ അള്ളാഹു ഭാഗ്യം തരുന്നതാണ്. 9-ാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ടി വരില്ല. ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക്, ജീവിതത്തിൽ നിലനിർത്തുന്നവർക്ക് ഇസ്സത്തോടു കൂടി ജീവിക്കാം. പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ജുമാകളിൽ, ജുമാ സദസ്സുകളിൽ, ജുമാ പള്ളികളിൽ നമ്മുടെ മുന്നിൽ വന്ന് കൈനീട്ടി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ അള്ളാഹു കൊടുത്തുപോയവർ. അള്ളാഹു നമുക്ക് ആ ഗതി വരുത്താതിരിക്കട്ടെ. എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. പുണ്യമാക്കപ്പെട്ട സ്വലാത്ത് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഇസ്സത്തോടെ ജീവിച്ചു മരിക്കാം. അതാണ് 8-ാമത്തെ 9-ാമത്തെ പ്രതിഫലം. ഇനി 10-ാമത്തെ പ്രതിഫലം, നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ മക്കൾ മദ്രസകളിൽ പഠിക്കുന്നു, സ്കൂളിൽ പഠിക്കുന്നു, കോളേജിൽ പഠിക്കുന്നു, ഹിഫ്ള് പഠിക്കുന്നു, ഇൽമു പഠിക്കുന്നു, അങ്ങനെ പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കാൻ. ഈ പഠിക്കുന്ന മക്കൾക്ക് വളരെ നല്ലതാണ് ഈ സ്വലാത്ത് മുറുകെ പിടിക്കുക എന്നുള്ളത്. അവർക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ചിന്താശക്തിയും വർദ്ധിക്കാൻ ഈ സ്വലാത്ത് ഉപകരിക്കും. പ്രിയപ്പെട്ടവരെ, 11 തവണ രാവിലെയും വൈകിട്ടും 11 തവണ ചൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മക്കളോട് പറയുക, പഠിപ്പിച്ചു കൊടുക്കുക. അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് ഇവരെ കൊണ്ട് ചൊല്ലിപ്പിക്കുക. അതുപോലെ പഠിക്കാനിരിക്കുന്ന സമയത്ത് 3 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് പഠിക്കാൻ പറയുക. അതൊക്കെ വലിയ കൂലിയാണ്. അതൊക്കെ വലിയ ഫലം ചെയ്യും ജീവിതത്തിൽ. അവർക്ക് വലിയ മാർക്കുണ്ടാകും. ആ പഠിച്ചത് ജീവിതത്തിൽ നിലനിൽക്കും. എന്തുകൊണ്ട് ഖൈറാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ 11-ാമത്തെ വമ്പൻ പ്രതിഫലം എന്ന് പറയുന്നത് മടിയും അലസതയും മാറും എന്നുള്ളതാണ്. മടിയും അലസതയും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വിഷമിപ്പിക്കാറുണ്ട്. വല്ലാത്ത മടി തോന്നും ചില കാര്യങ്ങളോട്, അലസത തോന്നും, അലസമായിട്ടുള്ള ഒരു സ്വഭാവം അത് തോന്നും. അപ്പം അത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല എടുത്ത് മാറ്റിത്തരും എന്നുള്ളതാണ്. ഏതാണ് ആ സ്വലാത്ത്? ഇൻഷാ അല്ലാഹ് എഴുതിയെടുത്ത് പഠിച്ചോളി. ഈ സ്വലാത്തിൻ്റെ പേര് സ്വലാത്തു നൂറിൽ അൻവാർ എന്നാണ്. നൂറിൽ അൻവാർ എന്ന സ്വലാത്തിൻ്റെ തന്നെ പേരാണ്. പ്രകാശത്തിന്മേൽ പ്രകാശമാണ്, പ്രകാശങ്ങളുടെ പ്രകാശമാണ്. അപ്പൊ അത്രയേറെ പ്രകാശം നിറയ്ക്കുന്ന സ്വലാത്ത് ഏതാ? അല്ലാഹുമ്മ സ്വല്ലി അലാ നൂറിൽ അൻവാർ വസിറിൽ അസ്റാർ വത്തിർയാഖിൽ അഗ്യാർ വമിഫ്താഹി ബാബിൽ യസാർ സയ്യിദിനാ മുഹമ്മദിനിൽ മുഖ്താർ وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. പ്രിയപ്പെട്ടവരെ, ഈ പുണ്യമാക്കപ്പെട്ട സ്വലാത്ത്, ഈ സ്വലാത്തിന്റെ വമ്പൻ 11 പ്രതിഫലങ്ങളാ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്. ഈ സ്വലാത്തിന് ഇത്രയേറെ പ്രതിഫലം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒന്ന് ചൊല്ലിയാൽ എന്താ? ദിവസവും 100 പ്രാവശ്യം ചൊല്ലാൻ കഴിയുമെങ്കിൽ എത്ര വലിയ പ്രതിഫലമായി. 10,000 സ്വലാത്തിന്റെ കൂലി കിട്ടുന്ന ഒരു സ്വലാത്താണെങ്കിൽ 10 വട്ടം ചൊല്ലുമ്പോൾ എത്രയായി? 1,00,000 സ്വലാത്തിന്റെ കൂലിയായില്ലേ? അതുപോലെ തന്നെ അങ്ങനെ അടങ്ങുന്ന വമ്പൻ പ്രതിഫലമല്ലേ പ്രിയപ്പെട്ടവരെ. ഒരു 100 വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ 10,00,000 സ്വലാത്തിന്റെ പ്രതിഫലമായില്ലേ? ജീവിതത്തിൽ കൊണ്ടുവരിക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഖൈറും സലാമത്തും നൽകട്ടെ. ഒരുപാട് പേര് കമന്റ് സെക്ഷനുകളിൽ ദുആ കൊണ്ട് വസിയത്തുകൾ ചെയ്യുന്നുണ്ട്. അള്ളാഹുവരുടെ വിഷമങ്ങൾ, വ്യസനങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ
കടങ്ങൾ കഷ്ടപ്പാടുകളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതിയും സന്തോഷവും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാവർക്കും ഖൈർ തരട്ടെ. ഈ വീഡിയോ ആരിലേക്ക് എത്തുന്നു, ആരൊക്കെ കാണുന്നു, അവർക്കൊക്കെ അള്ളാഹു ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും തരട്ടെ, സമാധാനവും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.